സമ്മാനമൊക്കെ കിട്ടിയല്ലേ. അമ്മായി എപ്പോഴും ഇവിടുത്തെ ചെറുക്കനോട് പറയും എന്തെങ്കിലും കഴിവുള്ള പെങ്കൊച്ചിനെയാണ് കെട്ടേണ്ടത്, അല്ലാതെ മുഖഭംഗിയൊന്നും നോക്കണ്ട, അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന്. കൊച്ചെന്തേ? കൊച്ചുറങ്ങി. അതേതായാലും നല്ല, അല്ലെങ്കിൽ ഗീന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കും. എന്തായാലും വീട്ടിൽ പോയി നിന്ന് പോഷാഹാരം ഒന്നും കഴിക്കാനോണ്ടേ പെട്ടെന്ന് വണ്ണം ഒന്നും വെച്ചിട്ടില്ല. അല്ലെങ്കിൽ നീ പ്രസവിച്ചേന് ഈ വണ്ണം വെച്ചതിന് കുറക്കാൻ എന്ത് പാടാണ്. ഇതിപ്പോ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ, ഇതാ നല്ലത്. വീഡിയോസ് ഒന്നും ചെയ്യണില്ല ഇപ്പൊ? അമ്മായി ഇപ്പൊ കുറവാ. മറ്റേ ബിസിനസ് തുടങ്ങിയല്ലേ, അതേതായാലും നന്നായി. എല്ലാരും പറയണേ ഈ വീഡിയോ മാത്രം ചെയ്തിട്ട് എന്ത് വരുമാനം കിട്ടാനാണ്. കറക്റ്റ് സമയത്താണ് മോള് തുടങ്ങിയത്. ഇതൊക്കെ ചെയ്ത് തന്നിട്ട് എന്തിനാണ്, ഒരു വരുമാനവും കിട്ടൂലല്ലോ. അല്ല മോളെ ഉഷ ചേച്ചി പറഞ്ഞതാണേ. അപ്പൊ അമ്മായിക്ക് പറയാറുന്നില്ലേ വരുമാനമൊന്നും ഇല്ല, ഇവിടുത്തെ ചെലവിനൊക്കെ അമ്മായി മാസം അയച്ചു തന്നെയെന്ന്. എന്നാലും മോളിടുന്ന ഡ്രസ്സൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല സ്റ്റിച്ചിങ് ഒക്കെ ആണെന്ന് തോന്നണം അല്ലേ. പക്ഷെ എല്ലാരും പറഞ്ഞ ഒടുക്കത്തെ വിലയാണ്, ഈ സെയിം സാധനം തന്നെ വേറെ സൈറ്റിലൊക്കെ വില കുറവാണെന്നാണല്ലോ. ഉഷ ചേച്ചി ആയിക്കോല്ലേ പറഞ്ഞേ? ഉഷ ചേച്ചി പറഞ്ഞതാണ്. നെല്ലും പതിരും തിരിച്ചറിയാത്ത ആൾക്കാരോട് നമ്മൾ ഇതിന്റെ കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവും, മനസ്സിലാവാൻ പോണില്ല. പിന്നെ അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിന് പ്രൈസ് കൂടുതലാന്ന് പറഞ്ഞു നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നും പറയണ്ട. മോൾദാനിയത്തി ഇൻസ്റ്റാഗ്രാമിൽ പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ എപ്പോഴും എന്റെ മോളോട് പറയണ ഈ പെങ്കൊച്ചിനെ കണ്ടു പഠിക്കണം. അന്ന് എന്തെങ്കിലും ചേർച്ച ഉണ്ടായിട്ടാണ് കയ്യും കാലില്ലാത്ത ഉടുപ്പൊക്കെ ഇടൂലേ അത്. തൊലിക്കട്ടി, അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കാൻ അതാണ് വേണ്ടത്. ചേർന്നുണ്ടാ ചേർന്നില്ലേന്നൊന്നും അല്ലല്ല നോക്കണത്, തൊലിക്കട്ടി അല്ലേ മോളെ വേണ്ടത്. അമ്മായി ഒന്നില്ലെങ്കിൽ പുകഴ്ത്ത് അല്ലെങ്കിൽ തളർത്ത്, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട, കൺഫ്യൂഷൻ ആയി പോവേ.